പ്രൈസ് ലോർഡ് ഹാലയിലെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12-13 വാക്യം ഒന്ന് വായിക്കാവോ സാറമ്മ സിസ്റ്റർ? മത്തായി 21:12-13. യേശു ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊന്മാണിപ്പക്കാരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനം, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് സുവിശേഷങ്ങളിൽ വളരെ ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ് ഇത്. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരിടത്ത് പറഞ്ഞ ചാട്ടവാറെടുത്തവരടിച്ച് ഇത് 4 സുവിശേഷങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 15 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളില്, ലൂക്കോസിന്റെ 19-45, 45-46 വാക്യങ്ങളില്, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-17 വാക്യങ്ങൾ. ഇതില് 4 സുവിശേഷങ്ങളിൽ ഈ ഇൻസിഡന്റ് ഹാലയില് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. 4 പേരും അത് എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, യേശു കർത്താവ് കോപിക്കുന്നത് നമ്മൾ ഹാലയിലെ വേദപുസ്തകത്തിൽ കണ്ടേക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഹാലയിലെ യേശു കർത്താവിന് എല്ലാവരോടും സ്നേഹവും മനസ്സലിവും കരുണയും ഒക്കെയാണ്. പക്ഷെ ഇവിടെയാണ് യേശു കർത്താവ് ദേഷ്യപ്പെടും നമ്മൾ കാണുന്നത്. നമ്മൾ ഹാലയിലെ മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം പറയുന്നത് മോശ സൗമ്യനായ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ മോശ കോപിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുണ്ട്. ഹാലയിൽ ദൈവം എഴുതി കൊടുത്ത, സ്വന്തം കയ്യാൽ എഴുതി കൊടുത്ത കൽപ്പന വരെ എഴുതി ഉടച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ മോശ കോപിച്ചതും മോശ പ്രതികരിച്ചതും ഹാലയിലുയ ദൈവത്തിന് എതിരെ ജനം ദൂഷണം പറയുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്ത സമയത്താണ്. അതുകൊണ്ടാണ് ദൈവം മോശയെക്കുറിച്ച് സൗമ്യനാണ്. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത് അമ്മയുടെ 2-3-4 കാര്യങ്ങളാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഇത് ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നത് യേശു ദേവാലയത്തിൽ ചെന്നു. ഹാലേലൂയ. ആദ്യമായിട്ട് കർത്താവ് യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുക ചെയ്യുന്നത്. അപ്പൊ ആലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കാണുന്ന ഹാലേലിയ എന്താ അവിടെ കാണുന്നത് വെച്ചാൽ, അവിടെ കാണുന്ന സീൻ ഹാലേലിയ, അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്? അവിടെ 2-ാമത്തെ കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു തിരിയുമ്പോഴത്തേനും കാറ്റടിച്ചിട്ട് ബൈബിളിന്റെ പേജ് മറിഞ്ഞു പോകുക. അപ്പൊ ബൈബിളിന്റെ പേജ് പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല. അടുത്ത ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. ഹാലലിയ. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ്. സ്തോത്രം. അവിടെ ചെന്നപ്പോ കണ്ട സീൻ എന്താണെന്ന് വെച്ചാൽ, അവിടെ എല്ലാം ഒരു വാണിജ്യമാക്കി മാറ്റുന്ന, ഒരു കച്ചവടമാക്കി മാറ്റുന്ന പ്രതീതി കണ്ട് അതിനെ എല്ലാം എന്ത് വെച്ചാൽ മറിച്ച് കളഞ്ഞു. അടിച്ചു പുറത്താക്കി എന്നൊക്കെ എഴുതിയേക്കണം. അത് കഴിഞ്ഞ ശേഷം അടുത്ത ആയിഷക്കടുത്ത ഒരു ഡിക്ലറേഷനാ. എന്താണ് പറയുന്നത് വെച്ചാൽ, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നു, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അതെവിടെ പറഞ്ഞു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 56-ാം അധ്യായത്തിൽ 7-ാം വാക്യം 7, 8 ഒന്ന് വായിക്കാം സാറാ മിസ്റ്റർ. യെശയ്യാ 56-ന്റെ 7. ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു. എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്റെ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ആലയം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരുന്ന ഷീലോവിലുള്ള എന്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എന്റെ ജനമായ ഇസ്രയേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവീൻ. അതെ സിസ്റ്റർ, മതി. എന്റെ നാമം വിളിച്ചിട്ട് ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുമോ? എനിക്ക് അത് അങ്ങനെ തന്നെ തോന്നുന്നു, യഹോവയുടെ അരുളപ്പാട്. ഹാലലിയ. ഇവിടെയും പറയുന്നത് എന്റെ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് തോന്നുന്നുവോ എന്ന് വെച്ചാൽ, ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഇവിടെ കാണുന്ന കാര്യം, ആലയത്തെ കച്ചവടമാക്കി. നമുക്ക് എല്ലാവർക്കും അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വരുന്ന എന്താണ്? പ്രാർത്ഥിക്കാനായിട്ടും
ആമേ ഹാലേലിയ ആമേ ഓരോ ആമേ അവരുടെ യാഗങ്ങൾ കഴിഞ്ഞ് നേർച്ച കാഴ്ച ഇതിനൊക്കെ വരുമ്പോഴത്തേന് അതിനെല്ലാം ഒരു വ്യവസായവൽക്കരണം വാണിജ്യവൽക്കരിക്കുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം അതിനകത്തേക്ക് ആമേ പ്രാവുകളെ മറ്റുള്ളവരെ എല്ലാം കൊണ്ട് കയറ്റി ആമേ ഹാല അതുപോലെ ഈ മണി എക്സ്ചേഞ്ച് നാണയങ്ങളൊക്കെ ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടി വരുന്നവർ ആമേ ഫോറിൻ മണി അവിടെ കൊടുത്തിട്ട് അത് മാറ്റി വാങ്ങിയൊക്കെ. അപ്പൊ ഇതിനെല്ലാം ഭയങ്കര പ്രാധാന്യം കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ ആലയം അത് ഹാലേലിയ പ്രാർത്ഥന ആലയമായിരിക്കണം. കള്ളന്മാരുടെ ഗുഹയാക്കരുന്ന പറഞ്ഞേക്കുന്നത്. ഇന്ന് ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട് നമ്മുടെ മുമ്പിൽ. കാരണം ഇന്ന് സാറമിസ്റ്റർ കാണാൻ പറ്റുന്നില്ല കേട്ടോ, മുഖം മൊത്തത്തിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെ ആമ ഇവിടെ അല്ലെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കും. ഇന്നത്തെ ആമ നമ്മൾ കാണുന്ന ചുറ്റുപാടിലെല്ലാം അല്ലെ ബിസിനസ് മൈൻഡിലേക്ക് മാറുകയാണ്. അന്ന് കർത്താവ് യേശുക്രിസ്തു കോപിച്ചതിന് കാരണം കർത്താവ് യേശുക്രിസ്തുവിന് പിതാവിന്റെ ആലയത്തെ കുറിച്ച് ഒരു എരിവുണ്ടായിരുന്നു. ഹാലെ അതിനെതിരെ ഹാലെ പ്രതികരിക്കാൻ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു ഹാലെ കർത്താവ് യേശുക്രിസ്തുവിന്. ഹാലെ അതുപോലെ ഇന്ന് പുതിയ നിയമ ആമ നമ്മുടെ ശരീരമാകുന്ന ആലയം ഹാലൂയ കർത്താവ് യേശുക്രിസ്തുവിന്റെ അതോറിറ്റി, സുപ്രീം അതോറിറ്റിക്ക് താഴെയാണ്. നമ്മുടെ ശിരസായിരിക്കുന്നത്, തലയായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ അന്ന് പ്രതികരിച്ച കർത്താവിന് ഇന്നും അതിന്റെ മേൽ പ്രതികരിക്കാനായിട്ട് അവകാശമുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഹല്ലേലൂയ ആമേൻ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമായിരിക്കുന്നു. അന്ന് ഒരു മനുഷ്യനിർമ്മിതമായ ആലയമായിരുന്നെങ്കിൽ ഇന്ന് ആത്മീയമായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാകുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഹല്ലേലൂയ മനോഭാവം അവിടെ അന്ന് അവരത് ബിസിനസ് മൈൻഡിലാക്കി ആമെ പ്രാവുകളെ മറ്റുള്ളവർ വിൽക്കുന്നതിനും ഹാലേലി ആമെ നാണയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഈ കാര്യങ്ങൾക്കും ഒക്കെ മുൻതൂക്കം കൊടുത്തെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഹാലേലി ഇതൊരു ബിസിനസ് ആണോ? ഇതിനെ വാണിജ്യവൽക്കരിക്കുന്നുണ്ടോ? അപ്പൊ പ്രാർത്ഥനയെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നുണ്ടോ? ഒരു കച്ചവട മനോഭാവത്തോടു കൂടി ഒരു ബിസിനസ് മൈൻഡോട് കൂടി ഹാലെ നമ്മൾ ഒരാളോട് ഒരു വർത്തമാനം പറയുന്നെങ്കിൽ പോലും ഹൃദയത്തിൽ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ഞാൻ പല പ്രാവശ്യം കർത്താവിനോടൊന്ന് ചോദിക്കാറുണ്ട്, കർത്താവെ അന്ന് ചാട്ടവാറൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയല്ലേ, ഇപ്പൊ എന്താ ഈ ചാട്ടവാറൊക്കെ മടക്കി വെച്ചേക്കാണ്, എടുത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറങ്ങാൻ പാടില്ലേ, അല്ല ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടിയൊക്കെ കൊടുക്കാൻ പാടില്ല, എന്നാലും ആൾക്കാർക്ക് കുറച്ച് ബോധമെങ്കിലും വെച്ചേനായിരുന്നല്ലോ എന്ന്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഈ സാമ്പത്തികമായതിന്റെ പിന്നാലെ വളരെ ഒരു എന്താ പറയാ ഒരു ലജ്ജയും ഇല്ലാതെ ഹാലല്ലേ അങ്ങനെ ആയി പോകുന്നുണ്ട് ആൾക്കാർ. ഹല്ലേലൂയ. അപ്പൊ അവിടേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമ്മുടെ അവിടെ പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ കറപ്റ്റഡ് വർഷിപ്പായി ഇപ്പൊ എഴുതിയേക്കുന്നത്. കാരണം അവരെ ആരാധന ഹാലേലി എന്താ പറയാ അവിടെ ദുഷിച്ചു പോയ ആരാധനയായി ഹൃദയത്തിൽ നമ്മൾ ആരാധിക്കുമ്പോ എങ്ങനെയാ നമ്മുടെ ആരാധന എന്താണ്? ദൈവത്തിന് കൊടുക്കുന്ന ആരാധന നമ്മുടെ ഹൃദയ ശുദ്ധിയോടുകൂടി കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഉയർത്തുമ്പോൾ നമ്മുടെ കരം ആയിരിക്കുന്നോ അല്ലയോ എന്ന് ശോധന ചെയ്യേണ്ട ആവശ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ വെറുതെ ഒച്ചത്തി പാടിയതുകൊണ്ടോ കൈയടിച്ചതുകൊണ്ടോ ചാടിയതുകൊണ്ടോ തുള്ളിയതുകൊണ്ടോ കാര്യമില്ല. ഹൃദയം ശുദ്ധമല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ആരാധനയൊന്നും, പണ്ടൊരിക്കൽ ഞാൻ സാമ്പാസ്റ്റ് പറഞ്ഞ അതേ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും പറയപ്പെടാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ലഡു എത്ര ടേസ്റ്റി ആണെങ്കിലും എത്ര ഡെലീഷ്യസ് ആണെങ്കിലും ഒരു ചീഞ്ഞളഞ്ഞ കയ്യിലായി ഇതിരിക്കുന്നെങ്കിൽ ആരും അത് വാങ്ങി കഴിക്കാത്തത് പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ആരാധനയും. ഹല്ലേലൂയ. അവിടെ നമ്മുടെ മനോഭാവം എന്തെന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ആരാധനയും ദൈവം സ്വീകരിക്കത്തില്ല. അത്തിമരത്തിന്റെ അവസ്ഥ ആയി പോകരുത് ആരും. ഹാലേലി അത്തിമരത്തിന്റെ അവസ്ഥ എന്താ നമുക്കറിയാല്ലേ? വളരെ വളരെ ഇലകൾ ഉണ്ടായിരുന്നു, പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്, പക്ഷേ അതിലൊരു കാ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഫലമില്ലാതെ ആയി പോകരുത്. ഹാലേലി ഇവിടെ പറഞ്ഞ ഒരു വാണിജ്യവൽക്കരിച്ച് അല്ലെങ്കിൽ ഒരു കറപ്റ്റ് വർഷിപ്പ് ആയപ്പോഴത്തേന് അവിടെ എന്താന്ന് വെച്ചാൽ അത്യാഗ്രഹവും ചൂഷണവും ഹാലേലി അവിടെ കയറി വന്നു. നമുക്ക് ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ ദോഷത്തിനും കാരണം സ്വസ്നേഹം ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വസ്നേഹം
സെൽഫിഷ് മെന്റാലിറ്റി. മറ്റാർക്ക് എന്ത് സംഭവിച്ചു എന്റെ കാര്യം, ഞാനും എന്റെ കുടുംബവും, ഹാലൂയ, എനിക്കും എന്റെ മക്കളും, ഹാലല്ല, ഞാനും എന്റെ സഭയും എന്നുള്ള രീതിയിലല്ല, വെച്ചാൽ ദൈവത്തിന്റെ സഭയല്ല എന്റെ സഭ എന്ന പലരും ചിന്തിക്കുന്നത്. കാരണം കർത്താവ് യേശു ക്രിസ്തു ശരീരമാകുന്ന സഭയിലാണ് നമ്മളെന്ന് കാര്യം മറന്നു പോകുന്നു. ഓരോരുത്തരുടെയും പേഴ്സണൽ ബിസിനസ് പോലെ ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പം അവിടെ അത്യാഗ്രഹം കയറുന്നു, ചൂഷണമാകുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു അവസ്ഥയിലെത്തി അപ്പൊ ഒരു കഷ്ടപ്പാടിലെ, വിഷമത്തിലെ, പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്ന ഓരോരുത്തര് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റു പലരും മറ്റു പലരോടും പലതും പറഞ്ഞവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാക്കി. ഈ രണ്ട് രീതിയിൽ ആണെങ്കിലും ചൂഷണം എന്നൊരു രീതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പൊ ഇത് ദൈവസന്നിധി നേരുള്ളതല്ല. അത്യാഗ്രഹവും ചൂഷണവും വന്ന് ദൈവത്തിന്റെ വചനം മാറി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തിന്റെ വചനത്തെ മാറ്റിവിടുന്നു, വളച്ചൊടിക്കുന്നു. കൊടുപ്പിൻ നിങ്ങൾക്ക് കിട്ടും, ഹാലേലി എന്നൊക്കെ പറഞ്ഞിട്ട് 10 കൊടുത്ത 100 കിട്ടും, ഹാലേലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുലുക്ക് കുത്തൊക്കെ പോലെ രീതിയിലേക്ക് ഹാലേലിയ ദൈവസഭ മാറിപ്പോകുന്നു. കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യൻ, ഗതിഭേദങ്ങൾ ആച്ഛാദനം വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അന്ന് ചാട്ടവാറെടുത്ത ഇന്നും എടുക്കും. ഒരു സംശയമില്ല അതിനകത്ത്. പല ആൾക്കാരും ചോദിക്കും, ദൈവം എന്തുകൊണ്ട് കഷ്ടത തരുന്നു എന്ന് ചോദിക്കാറുണ്ട്, അല്ലെ? നമുക്ക് പറയാം, എല്ലാ നല്ല ദാനങ്ങൾ തികഞ്ഞ പരമൊക്കെ ഉയരത്തിന്ന് സ്വർഗീയ പിതാവിൽ നിന്ന് വരുന്നു. അവന്റെ പക്കൽ ദുഷ്ടത ഒന്നുമില്ല. എന്റെ ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല. എന്റെ ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിന് നമ്മൾ പ്രതിഫലം പ്രാപിക്കും. നമ്മൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമ്മളിലൂടെ മാത്രം അങ്ങ് നിന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ എന്ത് വേണേലും കാണിച്ചു, എങ്ങനെ വേണേലും ജീവിച്ചു, കഴിഞ്ഞ നിങ്ങളോട് ഇതങ്ങ് തീരുമെന്നെങ്കിൽ കുഴപ്പം. പക്ഷെ നീ ചെയ്യുന്നതിന്റെ ഫലം നിന്റെ തലമുറ കൂടി അനുഭവിക്കേണ്ടി വരും. നന്മയാണ്, നന്മ തിന്മ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ തെറ്റെന്ന് തോന്നി അതിനെ തിരുത്തി നമ്മൾ ചെയ്തത് മോശമായി പോയെങ്കിൽ നമുക്കിപ്പോ ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ല പറ്റുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഹാലേലിയ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം സഹായിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് എന്തായി അതെന്ന് ചോദിച്ചാൽ എനിക്കതിന് പൈസ കിട്ടിയെങ്കിൽ അപ്പൊ പറഞ്ഞു എനിക്കതിന് കിട്ടി, എന്റെ ആവശ്യത്തിന് കിട്ടി, ഇനി പിന്നെ ആ പേര് പറഞ്ഞ് വാങ്ങരുത്. കാരണം വെച്ചാ ദൈവം നമുക്ക് തരുന്ന ചാൻസ് ആണ്. ഹാലേലു എന്താ നമുക്കൊരു ആവശ്യം, നമ്മുടെ ആവശ്യം നമ്മളെക്കാൾ മുന്നമേ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി അത് ഒരുക്കിയെങ്കിൽ വീണ്ടും ഒരാൾ അതിനുവേണ്ടി സഹായിക്കാൻ പറയണം നമ്മൾ, എനിക്ക് ആ ആവശ്യത്തിനുള്ള കാര്യം കിട്ടി, ഹാലേലിയ എന്ന് പറയണം, തുറന്നു പറയണം. പലപ്പോഴും പലരും ഞാൻ കാണുന്ന കാര്യങ്ങള്, ഇപ്പൊ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയുണ്ട്, എന്തെങ്കിലും ഇതുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ 4 കഴിഞ്ഞാലും കിട്ടുന്ന എല്ലാം വാങ്ങിച്ചു കൂട്ടും. എന്താ പറയാ, ഇതല്ലേ ചാൻസ്, വാങ്ങിച്ചൊക്കെ ഇപ്പൊ. ഹാലേലൂയ. അങ്ങനെ ആയി പോകരുത് നമ്മുടെ മെന്റാലിറ്റി. ഹാലേലൂയ. കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നിടത്ത്, ദൈവം നമുക്ക് തരുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒരു കാര്യത്തിന് പോലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നുണ പറയരുത്, കപടം കാണിക്കരുത്. ഹാലേലൂയ. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ആവശ്യം വരുമ്പോൾ പിന്നെ ഇരുന്ന് കരയേണ്ടി വരും. ഹാലേലൂയ. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല, പിന്നെ മാനുഷിക ബുദ്ധിയും പൈശാചിക തന്ത്രങ്ങളും ഒക്കെ ഇറക്കേണ്ടി വരും. ഹാലേലൂയ. അങ്ങനെ പലപ്പോഴും പലരും ഞാൻ കാണാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. വിശ്വസ്തരാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടി പോലും വരത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ മുന്നമേ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതും. ഇന്ന് ഇത് മനസ്സിലാകാതെ പോന്ന ഞാൻ പലപ്പോഴും എനിക്ക് പലരോട് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, സാറാമ്മ സിസ്റ്റർക്ക് ഒരു ആവശ്യമുണ്ടോ, അല്ല പോട്ടെ, സാറാമ്മ സിസ്റ്റർ കുഞ്ഞിനൊരു ആവശ്യമുണ്ട്, അവൻ വന്നിട്ട് അമ്മേ എനിക്ക് ഇന്ന ആവശ്യമാണ്, എനിക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് പുസ്തകം വാങ്ങിക്കണം, എനിക്ക് ബാഗ് വാങ്ങിക്കണം, എനിക്ക് പെൻസിൽ വേണം, എനിക്ക് പേന വേണം, ഇതെല്ലാം പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? അല്ല. കാരണം എന്താ, അറിയാം എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്ത അവന് യൂണിഫോം വേണം, ബുക്ക് വേണം, പെൻസിൽ വേണം, പേന വേണം, വാട്ടർ ബോട്ടിൽ വേണം, സകലതും വേണം, നമുക്കറിയാം, ഷൂസ് വേണം, ഇതെല്ലാം അറിയാം. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ഒരുക്കി വെക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമുക്കെല്ലാം ദൈവം നമ്മൾ. അപ്പൊ നമ്മുടെ സ്വർഗീയ പിതാവ് ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടി കരുതത്തില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് രാവിലെ എണീറ്റത് എനിക്ക് അമ്മ എനിക്ക് ഷൂസ് വേണം,
അമ്മ എനിക്ക് സോക്സ് വേണം, എനിക്ക് പെൻസിൽ വേണം, എനിക്ക് പേന വേണം, എനിക്കത് തായേ, ഇത് തായേ, ഇത് വേണം എന്ന് നമ്മൾ കരയാറുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ നിന്നേക്കാൾ മുന്നമേ അറിയുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ നാട്ടുകാരോട് മൊത്തം നടന്ന് ചോദിക്കേണ്ടി വരത്തില്ല. പലപ്പോഴും പ്രേയർ കഴിയുമ്പോൾ പലരും പറയും, ആമേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സഹായിക്കണേ, അക്കൗണ്ട് നമ്പർ ഇതാണ്, UPI ID ഇതാണെന്ന് പറഞ്ഞ് ഇടാറുണ്ട്. ഞാൻ ചോദിക്കുന്ന, നിന്നെ വേലയ്ക്ക് ആക്കി വെച്ചിരിക്കുന്ന നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നിന്റെ സ്വർഗീയ പിതാവ് അറിഞ്ഞ് നിനക്ക് തരുമെന്ന് ഉറപ്പില്ലെങ്കിൽ നീ എന്തിനാ ഈ വേലയ്ക്ക് നിൽക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അയലത്ത് വീട്ടുകാരോട് പോയി പറയുമോ, എനിക്ക് ആവശ്യമുണ്ട് തരണേന്ന് പറയുമോ, എനിക്ക് അതുകൊണ്ട് തരണേന്ന് പറയും? ഇല്ല. കാരണം വെച്ചാൽ എന്റെ മാതാപിതാക്കന്മാർ എനിക്ക് വേണ്ടി തരുമെന്ന് അവർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുള്ളത് പോലെ എന്റെ സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി തരുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരത്തില്ല. അല്ലെ, ദൈവം പറയും ഓരോരുത്തരോട് അയക്കാൻ പറയും. ഞാൻ ഇതിനകത്തിരിക്കുന്ന പലരുണ്ട് എനിക്കറിയാം. അപ്പൊ എനിക്ക് മിക്കവാറും പൈസ വരും. ഞാൻ ചോദിക്കും എന്താ അയച്ചെന്ന് ചോദിക്കുമ്പോൾ പറയും ദൈവം പറഞ്ഞ് അയക്കാനായിട്ട്. 2 ദിവസം മുമ്പേ പറഞ്ഞതാ, ഞാൻ മറന്നുപോയി, വീണ്ടും ഇന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദൈവം പറയും, ദൈവം ഉണർത്തേണ്ടവരെ ഉണർത്തും. ദൈവം നമുക്ക് വേണ്ടി കോരേശ് രാജാവിന്റെ ഒരു ഹൃദയത്തെ ഉണർത്തിയെങ്കിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഉണർത്താനായിട്ട് ദൈവം ജാതിയെ കോരേശിന്റെ ഹൃദയത്തെ ഉണർത്താൻ കഴിയുമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ഹല്ലേലൂയ, കഴിയും. പക്ഷെ ഇവിടെ എന്താ, നമ്മുടെ ദൈവത്തെ സഹായിക്കാൻ വേണ്ടിയിടയ്ക്ക് നമ്മുടെ ട്രിക്കും നമ്മുടെ ഇച്ചിരി എന്താ പറയാ മനസ്സിന്റെ കുറച്ച് വൈകല്യങ്ങൾ ഇതൊക്കെ കൂടെ കലർത്തി നമ്മളങ്ങ് നേരത്തെ കയറി പ്രവർത്തിക്കും. കുറ്റവാർക്കാ? ദൈവത്തിന്. ഞാൻ ഇന്നലെ കൂടെ ഒരു സഹോദരനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ദൈവം നമുക്കൊരു വീട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്കൊരു കാറ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്ക് എന്തെങ്കിലും തരുമെന്ന്. പക്ഷെ നമ്മൾ എന്താ പറയാ, ദൈവത്തെ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ സംഭവിക്കുന്നത് എന്താ, പോയി ലോൺ എടുത്ത് കാറ് വാങ്ങിക്കും, ലോൺ എടുത്ത് വീട് വെക്കും. എന്നിട്ട് അടയ്ക്കാൻ പറ്റാതെ കഷ്ടതയും ബുദ്ധിമുട്ടും ആകുമ്പോൾ ദൈവത്തെ കുറ്റം പറയും. ദൈവം ചോദിക്കും, മോനെ ഞാൻ പറഞ്ഞായിരുന്നു എന്നോട് ലോൺ എടുത്ത് വീട് വെക്കാൻ, ഞാനൊരു വീട് തരുമെന്ന്, നിനക്കൊരു വീട് തരാനായിട്ട് എനിക്ക് കഴിയത്തില്ലേ? അല്ലെങ്കിൽ എനിക്കൊരു കാറ് തരാനായിട്ട് എനിക്ക് കഴിയത്തില്ലേ? ഞാൻ പറയും കഴിയുമെന്ന് പറയും. കാരണം എന്റെ ദൈവം റെഡി ക്യാഷ് കൊടുത്ത് എനിക്ക് BMW X5 അന്ന് പറ്റി വാക്തത്വം ചെയ്തിട്ട് വാങ്ങി തന്ന ദൈവമാണെങ്കിൽ സകലർക്കും തരാൻ പറ്റും. ഒരു പൈസ ലോണില്ലാതെ, ഒരു പൈസ കടമില്ലാതെ തരാൻ അങ്ങനെ ദൈവം തരുത്തോളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ തരുവുള്ളൂ. ഞാനിപ്പോ ഒരു ബിസിനസ് ഇവിടെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ലോൺ എടുത്തിട്ടും കടം വാങ്ങിച്ചിട്ട് എനിക്കത് ചെയ്യണ്ട. കാരണം എന്റെ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ 10 പൈസ കടമില്ലാതെ ലോൺ എടുക്കാതെ ദൈവം എനിക്ക് സാധിച്ചു തരും, ഉറപ്പായിട്ട് സാധിച്ചു തരും. ഹല്ലേലൂയ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവഹിതം അല്ലാതെ ഞാൻ കടം വാങ്ങിച്ചിട്ടും ലോൺ എടുത്തിട്ടും നാളെ ഇത് ചെയ്തിട്ട് അത് കൊടുക്കാനും കറക്റ്റ് സമയത്ത് അത് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് ഇരുന്നിട്ട് പിറുപിറുക്കും, പരാതിയും കരയും, അല്ലേ? അപ്പം അതെന്തിനാ ചെയ്യുന്നത്? ദൈവത്തിന് ഒരു കാര്യം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്, ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ വിളിക്ക് യോഗ്യമായി നമ്മൾ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ട് വരുത്തതില്ല. ഇവിടെ നമ്മൾ കാണുന്ന അന്ന് അത്യാഗ്രഹം ചൂഷണം വന്ന് ദൈവവചനത്തെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി പക്ഷെ അപ്പോഴാണ് എന്താ പറയുക, യേശുക്രിസ്തു അധികാരത്തെ വെളിപ്പെടുത്തി. ആലയത്തിൽ കടന്ന യേശുക്രിസ്തു അവരുടെ പ്രവർത്തികളെ കണ്ടപ്പോൾ യേശു കർത്താവ് ദൈവത്തിന്റെ ആലയം എങ്ങനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിനെ എല്ലാം അടിച്ചു പുറത്താക്കി അവിടെ വൃത്തിയാക്കി. അവിടെ പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ആലയം, നമ്മുടെ നമ്മളാകുന്ന ആലയങ്ങൾക്ക് എന്താ വേണം വെച്ചാൽ പ്രാർത്ഥന വേണം. അവിടെ നമ്മളുടെ വചനം ദൈവം തന്നിരിക്കുന്ന വചനത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനകത്ത് വെള്ളം ചേർക്കരുത്. ഹല്ലേലൂയ. നമ്മൾ പാലൊക്കെ പണ്ട് കച്ചവടം ചെയ്തവരൊക്കെ, ഇപ്പൊ പാല് പാക്കറ്റ് പാലാണ്ട് കുഴപ്പമില്ല, മറ്റേ പാലൊക്കെ കച്ചവടം ചെയ്തവർക്ക് അന്ന് പാലൊക്കെ പശു കറന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർക്കാനത്ത്, എന്നിട്ട് ആൾക്കാർ എണ്ണ കഴിച്ച് വെള്ളം കൂട്ടി എല്ലാവർക്കും കൊടുക്കും. അത് ചെയ്യരുത്. ഹല്ലേലൂയ. കാരണം ദൈവം നമുക്ക് തന്ന ശുദ്ധമായ വചനം ഹല്ലേലൂയ എന്ത് പർപ്പസോട് തന്നോ അതേ പർപ്പസോട് കൂടെ തന്നെ മടക്കി കൊടുക്കണം, ജനത്തിന് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനല്ല. എല്ലായിടത്തും ഉണ്ട് കപട നാണയങ്ങൾ.
എല്ലായിടത്തും ഉണ്ട് ഹാലലി. ആമേ ആമേ ഹാല ഇതുപോലെ ആൾക്കാർ ഹാല. പക്ഷേ ആ ഒരാളെ കണ്ടുകൊണ്ട് ഇത് മൊത്തം ചീത്തയാന്ന് പറയരുത്. ഹാലലിയ. കാരണം ദൈവത്തിന്റെ വചനം ഒരിക്കലും ചീത്തയല്ല, അത് നല്ലത് മാത്രമാണ്. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ. അങ്ങനെയല്ലേ? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആരോ അവനാണ് ക്രിസ്ത്യാനി. ആണോ? ക്രിസ്തു എന്നാൽ വചനമാണ്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഈ ബൈബിൾ ഹാലേലിയ നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാനായിട്ട് ഹാലേലിയ കഴിയുന്നത്. ആമേ ദൈവത്തിന്റെ സന്നെ നീതിയോടെ നേരോടെ ഹാലേലിയ ആമേ നല്ല ജീവിത വിശുദ്ധിയോട് ജീവിക്കുന്നവര് ആമേ പെന്തക്കോസ്ത് ആകണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയാം, അല്ലാത്തവർക്കും ദൈവം കരുതും. ഇന്നലെ നമ്മുടെ ജോമി ബ്രദർ ഹാല ഇത് എല്ലാവർക്കും അറിയാം. ജോമി ഇത്രയും വർഷമായിട്ട് ഹാലേലി ആമേ അവിടെ നമുക്ക് പോയിക്കൊണ്ട്, പക്ഷേ ഇന്ന് വരെ ഹാലേലി എന്ത് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഹാലേലിയ അതപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു, എന്ത് വരെ എന്താവശ്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരു 5000 രൂപ ആവശ്യം, 5000 ദിർഹംസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആമേ ദൈവസന്നിധിയിൽ ഒന്നും അമ്മ തല കുനിച്ച് ദൈവസേന മുഖം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അമ്മ ബൈബിളും വായിച്ച് ഇറങ്ങുമ്പോൾ നടക്കും. കാരണം വെച്ചാൽ അമ്മ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. കഴിയുന്നത്രയും ഞാൻ പലപ്പോഴും പറയും, പുള്ളിയൊക്കെ സഹായിച്ചാണ് ഹാലയിൽ ഒരുപാട് ആമേ ഹാലയിൽ ആവശ്യമില്ലാത്ത അല്ല ഓരോരുത്തർ പറയുമ്പോൾ ആര് ചോദിച്ചത്. പക്ഷെ അന്നൊക്കെ ഹാലയിൽ സഹായിച്ചവരൊക്കെ ഇന്ന് തിരിച്ച് ഹാലയിൽ ചോദിക്കാതെ വന്ന് സഹായിക്കുന്ന കാരണം നമ്മൾ എവിടെ വിതച്ചിട്ടാലും നമുക്ക് കൊയ്യാൻ പറ്റും. നമ്മൾ നന്മ വിതച്ചാൽ നമ്മൾ നന്മ കൊയ്യും, നമ്മൾ തിന്മ വിതച്ചാൽ നമ്മൾ തിന്മയെ കൊയ്യത്തുള്ളൂ. ഹാലെ ആരെയും പറ്റിച്ചിട്ടില്ല, ആരുടെടുത്തും ഹാലെ വാങ്ങിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ ആ രീതിയിൽ മനഃപൂർവ്വമായിട്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മളിവിടെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും ഹാലെ നമ്മൾ കാണേണ്ട കാര്യം അത് തന്നെ. നമ്മൾ മനഃപൂർവ്വമായിട്ട് ആരെയും പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ ഓർത്ത് ഹാലേലിയ വിഷമിക്കുന്നെങ്കിൽ, ആരെങ്കിലും നമ്മുടെ കാര്യം പറയാതെ കണ്ണിൽ നിന്ന് കണ്ണീർ താഴേക്ക് വീഴുന്നെങ്കിൽ ഹാലേലി അതിന് ദൈവത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അല്ല നമ്മുടെ ഒരു അതായത് നമുക്കൊരു ലൈബിലിറ്റി കടന്നു കഴിഞ്ഞാൽ, എനിക്കൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഒരു തരത്തിൽ എഫക്ട് ചെയ്തില്ല എങ്കിൽ പോലും അതിനെ ഓർത്ത് എന്നും ഭാരവാ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ഈ മുസ്ലിംസിനൊരു കാര്യമുണ്ട്, ഇവര് ഈ ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാര് ഹാലയില് അവർ പോകുന്നതിന് മുമ്പ് അവർ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു പൈസ ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അവരതെല്ലാം തീർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാധ്യത ഇട്ടുകൊണ്ട് അവിടെ പോയി അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഇല്ലാന്ന് വിശ്വസിക്കുന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഹാലലിയ നമ്മൾ ഹാലലിയ ബാധ്യത ഇട്ടിട്ട് നമ്മൾ മാറി അതിനെക്കുറിച്ച് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അത് തിരിച്ച് മടക്കി കൊടുക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിലെ വിചാരമില്ലെങ്കിൽ, ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മനസ്സിലാവും, ഇവക്കൊരു വാങ്ങിച്ചിട്ട് വരണ പറ്റിക്കണമെന്ന് മാത്രമേ ഇവർക്ക് കൊടുക്കണമെന്നില്ലെന്ന് വിചാരിക്കും. മനസ്സിലായി? അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താ അറിയാം, ഞാനെപ്പോഴും പറയും, കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു പേപ്പറിൽ എഴുതി ബൈബിൾ വെക്കും, പക്ഷെ കിട്ടാനുള്ള കണക്ക് ഞാൻ എഴുതത്തില്ല ഒരിക്കലും. കാരണം വെച്ചാൽ അതെടുത്ത് നോക്കിയിട്ട് എന്തിനാ ഓർത്തിട്ട് വെറുതെ വിഷമിച്ചിട്ട് ഹാലയിലെ മറ്റുള്ളവർക്ക് ഇതുവരെ ഞാൻ കിട്ടാനുള്ള കണക്ക് എഴുതി വെക്കാറേ ഇല്ല. ഇപ്പോഴില്ല, പണ്ടുമില്ല. പക്ഷേ അതിൽ കൊടുക്കാനുള്ള കണക്ക് എന്തെങ്കിലും ഉണ്ടാവും. അല്ലെ നമ്മൾ ആർക്കെങ്കിലും ഒരു കൊടുക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കും. കാരണം അത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. കാരണം നമ്മൾ ആർക്കും, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താ, ദൈവം ആർക്കും കടക്കാരനല്ല. പാട്ടുപാടൊന്നും പാടത്തില്ല, ദൈവം ആർക്കും ബാധ്യതയല്ല. ദൈവം കടക്കാരനല്ലെങ്കിൽ, ദൈവം ബാധ്യത അല്ലെങ്കിൽ അല്ലെ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ മക്കളല്ലേ നമ്മള്, അല്ലേ? ജെയിംസ് അങ്കിളുടെ പേര് നിലനിർത്തണ്ടേ, അല്ലേ? അപ്പനെ പോലെ തന്നെ മോന് ഹല്ലേലൂയ നല്ല ഡീസന്റ് ആണെന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ അപ്പനെ പോലെ തന്നെ മോൻ 4 കാലിൽ നടക്കുന്നത് ഇത് പറയുന്നതാണ്. രണ്ടപ്പനെ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ അപ്പൻ ആരാണ്? ഈ ഭൂമി ജഡത്താലുള്ള ഒരു അപ്പനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ന് സ്വർഗീയ അപ്പനായ കർത്താവ് യേശു രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകണം. ആ സ്വഭാവം നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ അപ്പന്റെ മക്കളാന്ന് പറയാൻ പറ്റത്തില്ല. ആരെയോ പോലെ കഴിഞ്ഞ ഈയിടയ്ക്ക് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു സഹോദരൻ വന്നപ്പോ അമ്മയെ കണ്ടിട്ട് എന്നെ അമ്മയും മോള് ഒരുപോലാണല്ലോ ഇരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ഇടയ്ക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ പച്ചക്കറിക്കട സ്ഥിരമായിട്ട് വന്ന പോലെ ഇവിടെ പച്ചക്കറി വാങ്ങി. ഞങ്ങൾ 2019 അല്ല 2006 ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി ഭയങ്കര കടയാ. അപ്പൊ ഞാൻ പച്ചക്കറി ഭയങ്കര പറയാം, ഇപ്പൊ അമ്മയെ പോലെ തന്നെ ഉണ്ടെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാല് അല്ലേലൂയ, കാരണം ലുക്ക് മുഖക്കുണ്ട്. അപ്പൊ ഇത് പറയുന്ന പോലെ തന്നെ നമ്മൾ നോക്കും, പറയണം. എന്താ പറയാ, അപ്പന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് പറയാ, അപ്പന്റെ മക്കളാന്ന് പറയും. സ്വഭാവം ആരുടെയാ എന്ന് ചോദിച്ചാ
മറ്റേയാളുടെ സ്വഭാവം കാണിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ യേശു അടുത്ത പറഞ്ഞ നമ്മുടെ ആരാധനയ്ക്കൊരു നമ്മുടെ വർഷിപ്പിന്, നമ്മുടെ ആലയമാണെങ്കിൽ ആരാധനയ്ക്ക് ചില മുൻഗണനകൾ നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയമായ മുൻഗണനയെ നമ്മൾ പോകുന്ന ആലയം, നമ്മളാകുന്ന ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ആ ആലയത്തെ വാണിജ്യമാക്കി കാണരുത്. ഇപ്പൊ നമുക്കൊരു സഭയുണ്ടെങ്കിൽ പോലും അതിനെ ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റരുത്. ഇപ്പൊ എന്തൊക്കെ രീതി ഇംപ്ലിമെന്റ് ചെയ്താൽ ഇതൊരു കച്ചവടമാകുമെന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലുള്ള നമ്മുടെ മൈൻഡ് സെറ്റപ്പ് എന്താന്ന് അറിയണം. വേണ്ടേ? ഇപ്പം സാറാമസ്റ്റർ പേര് തന്നെ എപ്പോഴും ആർക്കൊന്നും തോന്നില്ല. സാറാമസ്റ്റർ മോ ഞാൻ എപ്പോഴും കാണുന്നത്, അതുകൊണ്ടാണ് സാറാമസ്റ്റർ പേര് തന്നെ പറയുന്നത്. പിന്നെ സാറാമസ്റ്റർ എനിക്കൊരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറയുന്നു. അല്ലെ? ഹാലേ. അപ്പൊ ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങിയ പോലെ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ഞാനിപ്പോ ഒരു ബിസിനസിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴുള്ള ആഗ്രഹം എന്തെങ്കിലും ഫുഡിന്റെ കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ വിഷമില്ലാത്ത കാര്യം ജനത്തിന് കൊടുക്കണം, മായം ചേരാത്ത കാര്യം കൊടുക്കും. ഞാനും ആൻമോളോടെ പണ്ടൊക്കെ എപ്പോഴും അങ്ങനെ ഈ കറി പൗഡേഴ്സ് ഒക്കെ ഇങ്ങനെ നല്ല ഇത് വാങ്ങിച്ച് അതുപോലെ ഒരു മായം ചേർക്കാൻ ചെയ്യുന്നതിനെ കുറിച്ച്, എന്നിട്ട് അതിന്റെ ഷോറൂം പോലെ ഓരോ ഡിസ്ട്രിക്ട് നമ്മൾ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എന്റെ മനസ്സിൽ എപ്പോഴുള്ള ആഗ്രഹമാണ്, ഇന്ന് കാണുന്ന പല രോഗങ്ങളുടെയും കാരണം നമ്മൾ കഴിക്കുന്ന ഓരോ സാധനം. ഇന്ന് ഏറ്റവും കൂടുതൽ അംശമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, കുക്കിംഗ് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്, സകലതിലും വിഷാംശമാണ്. അതുപോലെ കറി മസാലാസ്, കറി പൗഡറുകൾ നിങ്ങൾ കഴിയുന്നത് ഞാൻ പറയാം പാക്കറ്റ് കറി പൗഡർ വാങ്ങിച്ച് ഉപയോഗിക്കരുത് ഹാലിൽ. കാരണം വെച്ചാൽ അതിനകത്തൊക്കെ കലരുന്ന മായം കലർന്നത് കൊണ്ടാണ് ഒത്തിരി രോഗങ്ങൾക്ക് അത് കാരണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിലേക്ക് ഇതൊന്നും ഇല്ലാതെ ശുദ്ധമായ എന്തെങ്കിലും കൊടുക്കണം. അപ്പം എന്ത് പറ്റുന്ന ലാഭം കുറയും അല്ലേ? അപ്പം നമ്മുടെ ലക്ഷ്യം ലാഭമാണോ? നമ്മുടെ ലക്ഷ്യം നമുക്കൊരു നല്ല കാര്യം ചെയ്യുന്നതാണോ? ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതാണെന്നുള്ള ഞാൻ പറയും, ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്, ഞാൻ ബൈബിൾ എടുത്തത് എന്റെ കടഭാരം മാറാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഹാലേലിയ. എനിക്കൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്? ഇനി വന്നത് എന്ത് കാരണമായിക്കോട്ടെ, വന്നു കഴിഞ്ഞപ്പം ഞാൻ മുൻപോട്ട് പോകുമ്പോൾ വന്നതുപോലെ നമ്മൾ വന്നിട്ട് നമ്മുടെ കർത്താവിനെ രുചിച്ചറിയും തോറും നമ്മുടെ മനോഭാവം മാറുന്നുണ്ടോ ഇല്ലയോ? എല്ലാരും വന്ന പോലാണോ നിങ്ങളുടെ മനോഭാവം ഇപ്പോഴും? ചില ആൾക്കാർ പുറകോട്ട് പോരണം, ചില ആൾക്കാർ കൂടുതൽ ഡീപ്പായിട്ട് സ്നേഹത്തിലേക്ക് വന്നവരുണ്ടാവും. എന്താ നമ്മുടെ മനോഭാവം? ഇത് ഇരിക്കുന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരുത്തനുണ്ട്. ആരുടെ മുമ്പിൽ നമ്മൾ കപടം കാണിച്ചാലും, ആരുടെ മുമ്പിൽ നമ്മൾ മുഖത്തിൽ എന്തൊരു മുഖം മൂടി ഇട്ട് വെച്ചാലും അകത്തേക്ക് ഏത് കണ്ണിനേക്ക് കുത്തി തുളച്ച് കയറി ചെല്ലുന്ന കണ്ണുള്ളവൻ എന്നാ പറയാം കർത്താവിന്. ആ കണ്ണുള്ളവൻ കാണും. ഹല്ലേലൂയ. അപ്പൊ ആ കണ്ണുള്ളവന്റെ മുമ്പിൽ നമ്മൾ വായി തുറന്നു ഒരു വാക്ക് പറയുമ്പോൾ എന്ത് ഉദ്ദേശത്തോടെ അത് പറയുന്നു, എന്ത് മനോഭാവത്തോടെ പറയുന്നു, ഹല്ലേലൂയ, ഇത് അറിയും. ഞാൻ ഇന്നലെ ഹല്ലേലൂയയുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു സിസ്റ്ററോട് സംസാരിച്ച് ഞാൻ പറയും, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാശിന് ആവശ്യം വന്നാൽ ഞാൻ ആകെപ്പാട് കടം ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് ഉദ്ദേശം ഞാൻ സാറാമസ്റ്റർ മാത്രമേ വിളിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ മറ്റുള്ള ദൈവമക്കളോട് നമ്മളിവിടെ ഗ്രൂപ്പ് പ്രാർത്ഥിക്കാൻ പറയുമായിരിക്കും. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ സാറാമസ്റ്റർ എനിക്ക് ഇത്ര ആവശ്യമാണ്, ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കെന്ന് പറയും. കാരണം എന്താ പറയുക, അത് നമുക്ക് അതുപോലെ ആക്സസ് നമുക്ക് ബന്ധമുണ്ടാകണം. എല്ലാവരോടും ചെന്നിട്ട് ഞാൻ നാളെ വിളിച്ചിട്ട് ബീന സിസ്റ്റർ എനിക്കൊരു ഇത്ര കാശുണ്ടോ ട്രാൻസ്ഫർ ചെയ്തേക്കണം പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കയ്യിലുണ്ടോ ഇല്ലയോ നമുക്കൊരു ഉറപ്പ് വേണം. രണ്ടാമത്തെ കാര്യം നമുക്കത് പറയാൻ പറ്റുമോ ഇല്ലെന്നൊരു, എല്ലാവരുമായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് അത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ കാര്യം ചോദിക്കണമെങ്കിൽ നമ്മളുമായിട്ട്, അപ്പൊ ഇതുപോലെ നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ അപ്പനോട് നമുക്ക് ചോദിക്കാം, എനിക്ക് നാളെ 25,000 ആവശ്യമുണ്ട്, എനിക്ക് വേണം.
അല്ലെ എനിക്ക് തന്നേക്കണേ ഇന്ന് പറയും. കാരണം എന്നിട്ട് നമ്മുടെ അപ്പനുമായിട്ടുള്ള ബന്ധമാണത്. ആ ബന്ധം നമുക്കുണ്ടെങ്കിൽ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം നമ്മൾ. എന്തെങ്കിലും കാര്യം മുമ്പിൽ കണ്ടിട്ട് പാനിക് ആകരുത്. ഹല്ലേലൂയ. നാളെ ഇന്ന് ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, എന്റെ മോളുടെ ഈ പ്രാവശ്യത്തെ ഫീസ് 22-ാം തീയതിയിലേക്ക് അവിടെ ചെന്നാൽ മതി. എനിക്കൊന്ന് ഇന്നലത്തെ 19-ാം തീയതിക്കുള്ളിൽ എല്ലാം അയച്ചു പോയി, എല്ലാം ട്രാൻസ്ഫർ ആയി. കാരണം എന്താ, അതിന് വേണ്ടുന്ന മാർജിൻ മണി നേരത്തെ പറയാം, 1,74,000 ബാങ്കർ വിളിച്ചു പറഞ്ഞു ഇത്രയും രൂപ വേണം. അത് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഒന്ന് ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആക്കി. എന്നാലും ഒരു 1,15,000 രൂപ, 1,26,000 രൂപ വേണമായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ അറിയുന്ന ദൈവം, നമുക്കായി കരുതുന്ന ദൈവം, നമ്മളെ വിളിച്ച ദൈവം, വിശ്വസ്തനായ ദൈവം, അത് ആരോടും ചോദിക്കാതെ ചെയ്യാനായിട്ട് ദൈവം കൃപ നൽകി. ഹാലേലിയ. നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പ് എന്താ ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞു നമുക്ക് ഇതുപോലെ 22 ഫീസ് എന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പ്രവർത്തിക്കുന്ന ദൈവം നമ്മളെ ആവശ്യങ്ങൾ, ഞാൻ എപ്പോഴും പറയും, കുഞ്ഞിനെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ UK വിട്ട് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. മിനി എന്ന വ്യക്തിക്ക് പറ്റില്ലായിരുന്നു. കാരണം പക്ഷേ അവളോട് വാഗ്ദത്തം പറഞ്ഞ അവളുടെ സ്വർഗീയ അപ്പനാ. എൻ്റെ മോൾ എപ്പോഴും പറയും, എന്താവശ്യം വന്ന യഹോവയിര് എന്താ എൻ്റെ ദൈവം കരുതും. അവളുടെ വിശ്വാസം അവളുടെ ആ ഡിക്ലറേഷൻ സ്വർഗം ഏറ്റെടുത്തത് ഞാൻ പറയത്തുള്ളൂ. കാരണം അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ വരുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ കൃത്യസമയത്ത് തക്ക സമയത്ത് അത് പ്രവർത്തിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടാറേയില്ല. ചിലപ്പോൾ എനിക്ക് മനസ്സിൽ ഇച്ചിരി എന്ത് പറഞ്ഞാൽ ഞാൻ പറയും, മോളെ പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പ്രാർത്ഥിക്കണേ എന്ന് പറയും. അനുവർത്തിന്ന് കരയാറുമില്ല, അനുവർത്തിന്ന് കർത്താവ് എങ്ങനെയെന്ന് ഞാൻ ചോദിക്കാറുമില്ല. കാരണം വെച്ചാൽ എനിക്കറിയാം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ? വെറുതെ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ചെയ്യുക ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം വിശ്വാസി വന്നിട്ട് നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് 24 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ? നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ കൂടാരപ്പണി ചെയ്തുകൊണ്ട് ജീവിച്ചു നടത്തി എന്ന് ഞാൻ പറയും. ഞാനെപ്പോഴും പറയും, നമ്മുടെ ദുബായിൽ ഞങ്ങൾ പോകുന്ന ചർച്ചില് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാവരും ഹൈ പൊസിഷനിൽ ഇത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നവരാ. പക്ഷെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വിളിച്ചിരിക്കുന്നവരെ ദൈവം ഉണ്ട്. അവരെ ദൈവം ഫുൾ ടൈം മിനിസ്ട്രിക്ക് വിളിച്ചേക്കുക. അപ്പൊ വേലക്കാരൻ തന്നെ കൂലിക്ക് പോകും. അവർക്ക് വേണ്ടത് കൂലി ആരും എടുക്കുമെന്നറിയാം, അവരെ അപ്പോയിന്റ് ചെയ്ത് ദൈവം കൊടുക്കും. അല്ലാതെ എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ ഫുൾ ടൈം പ്രാർത്ഥിക്കത്തേ ഉള്ളൂ എന്നല്ല. പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെ ദൈവം ഏൽപ്പിച്ച് നമുക്ക് തന്ന ടാലന്റ് അനുസരിച്ച്, നമുക്ക് തന്നതനുസരിച്ച് നമ്മൾ അന്ന് നമ്മുടെ വേലയും ചെയ്യണം. പക്ഷെ ദൈവം പറയാണ്ട് ഓടിച്ചാടൊന്നും ചെയ്യരുത്. ഇരിക്കാൻ പറയും, ഇരിക്കണം. നീ പോകരുത്. എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറയും, ഒതുങ്ങിയിരിക്കണം. നമ്മുടെ ഏലിയാവിനോട് പറഞ്ഞ കെരിയത്തിന്റെ തോട്ടിന് അരിയപ്പോ ഒളിച്ചിരിക്കാൻ പറഞ്ഞു, നീ ഒളിച്ചിരിക്കണം. ഞാൻ പലതും ചെയ്യാനായിട്ട് പറയും, അനങ്ങരുത്, ഇറങ്ങരുത്, ഇരിക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഇപ്പോഴും നമ്മൾ മനസ്സിലെ ബിസിനസ് ആശയമൊക്കെ വന്നപ്പോഴും ദൈവസന്നിധി വെച്ചിട്ടുണ്ട്. എന്നോട് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല. പല ദൈവദാസന്മാരൊക്കെ പറഞ്ഞെങ്കിലും ഇന്നലെ ഗ്രേസസ് ഒക്കെ ഇവിടെ വന്നപ്പോഴും പ്രാർത്ഥിച്ച് പറഞ്ഞു. പക്ഷെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കും. അടുത്ത് നമ്മൾ ഇവിടെ ഇന്ന് ആരാധനാലയത്തേന് ആരാധനയ്ക്ക് ചില മുൻഗണനകളുണ്ട്. ആലയം എങ്ങനെയായിരിക്കണമെന്ന് നമുക്കറിയാം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. അത് കള്ളന്മാരുടെ ഗുഹയാക്കരുത് കർത്താവ് പറഞ്ഞു. പക്ഷെ നമ്മൾ ആകുന്ന ആലയം എപ്പോഴും എങ്ങനെയൊക്കെ വിശുദ്ധമായിരിക്കണം. ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കണം. എല്ലാം വിട്ടുകളഞ്ഞ്, ഫോഷ്കും കപടതയും എല്ലാം വിട്ടുകളഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കളങ്കമില്ലാത്തവരായി നിൽക്കാൻ പറ്റണം. നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി, ഞാൻ പറഞ്ഞു എടുക്കുന്നത് വിശുദ്ധമാണോ ഇല്ല നമുക്ക് തന്നെ ശോധന ചെയ്യാൻ പറ്റണം. ഒരു കാര്യം നമ്മൾ അടുത്ത് മനസ്സിലാക്കണം, യേശു കർത്താവിനുള്ള പരമ അധികാരം. കർത്താവിനെ കുറിച്ച് പറഞ്ഞ അധികാരമല്ല നമ്മുടെ യേശുവിനുള്ള പരമ അധികാരം. അതിന്റെ മേലിൽ ഒരധികാരവും ഇല്ല. ആ പരമ അധികാരമുള്ള കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ചാട്ടവാർ എടുത്തുകൊണ്ട് ഇറങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അതിനെ നമ്മൾ ഇടയാക്കി കൊടുക്കരുത്. കാരണം അന്ന് ആ യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ദൈവം കാണിച്ച് ഇന്ന് സഭയാകുന്ന ശരീരത്തെക്കുറിച്ച് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മൾ സഭയോട് മക്കളാക്കി വെച്ചിരിക്കുന്ന ഈ സഭയ്ക്ക് എത്രത്തോളം കർത്താവിന് അധികാരമുണ്ടെന്നറിയോ? കാരണം നമ്മളാകുന്ന സഭയാകുന്ന ശരീരമാകുന്ന സഭയുടെ തല ആരാന്ന് വെച്ചാൽ ക്രിസ്തു ആണെങ്കിൽ നമ്മുടെ സകല ചിന്തകൾ, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ നടക്കുക, നമ്മളൊരു കാര്യം ചെയ്യുന്ന എല്ലാം നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നല്ലേ. ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ?
ഇല്ല. അപ്പൊ തലയാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ നമ്മളാകുന്ന ശരീരമാകുന്ന സഭയിൽ എത്രത്തോളം പരമ അധികാരം കർത്താവ് യേശു ക്രിസ്തുവിനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ തല നമ്മളോട് ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞാല് വായ തുറക്കാൻ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ എനിക്ക് വായ തുറക്കാൻ പറ്റത്തുള്ളൂ. ഇത് മറന്നു പോകരുത്. ഹാലേലൂയ. അപ്പൊ ക്രിസ്തു വാങ്ങുന്ന തലയ്ക്കാണ് നമ്മുടെ ലൈഫിൽ ഹാലേലിയ പരമാധികാരം എന്നുണ്ടെങ്കിൽ ക്രിസ്തു വാങ്ങുന്ന തല അന്ന് കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തു അധികാരത്തെ ആലയത്തെ കച്ചവടമാക്കി നേരെ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരമാകുന്ന സഭയിൽ മേൽ കർത്താവ് യേശു ക്രിസ്തുവിലെ പരമ അധികാരം ഹാലേലൂയ. ആ അധികാരത്തിന് മറ്റൊരു അധികാരത്തിന് നമ്മളെ ലീഡ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ ആ അധികാരം ആ അധികാരം നമ്മൾ എപ്പോഴും കർത്താവെ എന്ന് വിളിക്കും നമ്മുടെ കർത്തൃത്വം പൂർണ്ണമായും നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള വാക്കാണ് അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ഡിക്ലറേഷൻ ചെയ്തിട്ട് നമ്മുടെ ബുദ്ധി നമ്മളെ ഭരിക്കാൻ ഇടയാക്കരുത്. നമ്മുടെ കപടത നമ്മളെ ഭരിക്കാൻ ഇടയാക്കരുത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അതിനു വേണ്ടി നമ്മൾ ദൈവത്തിന്റെ വചനത്തെയോ നമ്മുടെ നാവിനെയോ ഫോഷ്ക്ക് പറയാനായിട്ട് അനുവദിക്കരുത്. അപ്പൊ ഫോഷ്ക്ക് പറയാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ജീവിതത്തിൽ പിന്നീടാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നന്നായിട്ടൊക്കെ നടന്നു നിന്നിരിക്കും. പക്ഷേ നാളെ ആവശ്യം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നീ വീണ്ടും കടന്ന് കരയേണ്ടി വരും. ഇല്ലെങ്കിൽ വീണ്ടും കിടന്നിട്ട് 10 പേരോട് ചോദിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പല വഴികളും തേടേണ്ടി വരും. അപ്പൊ ട്രിക്കി ആയിട്ട് പോയിട്ട് ഉപായം പ്രയോഗിച്ച് ഒരിക്കൽ കാര്യം നടത്തുന്ന അടുത്ത കാര്യത്ത് ഉപായം തന്നെ പ്രയോഗിക്കേണ്ടി വരും. ഹല്ലേലൂയ. അല്ലാതെ മുൻപോട്ട് പോകത്തില്ല. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കുന്നു? ഹല്ലേലൂയ. നേരോടെ നമ്മൾ പലപ്പോഴും നമ്മൾ പണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സാറമസ്റ്റർക്ക് അറിയാം. അതിൽ പലരും ഗൾഫിലെ നമ്പർ നോക്കിയെടുത്തിട്ട് ഓരോ സഹായ അപേക്ഷിച്ച് നമുക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. കാരണം എന്താ, അവർക്ക് നാട്ടിലുള്ളവർ ചോദിച്ചാൽ വലിയ ഗുണമൊന്നുമില്ല, അവിടെ നയിക്കുമ്പോഴേ വലിയ എമൗണ്ടൊക്കെ വരുത്തോളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുടെ വിദേശ രാജ്യങ്ങളിലുള്ളവർ നമ്പർ തപ്പിയെടുത്തിട്ട് എനിക്കൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാനപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ അതിൻ്റെ അഡ്മിനോട് കോൺടാക്ട് ചെയ്യും. ബ്രദറെ ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ട, അവരങ്ങനെ തന്നെയാണോ, നമുക്ക് കൊടുക്കണോ ചോദിക്കും. അപ്പോൾ അവർ പറയും കൊടുക്കേണ്ടതാണെങ്കിൽ സിസ്റ്റർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവർ ത്രൂ നമ്മൾ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് നമ്മൾ ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാനായിട്ട് ബിസിനസ് ആക്കുന്ന പലരും ഉണ്ട്. അതിൽ പല കള്ളത്തണയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാ വെച്ചാൽ അവർ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തതിന് ഉദ്ദേശം എന്താ, ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത ഉദ്ദേശം എന്താ, അതിലുള്ള ആൾക്കാരെയൊക്കെ വ്യക്തിപരമായിട്ട് വിളിക്കണം, കാണണം, അവരോട് അടുപ്പം വേണം, അവരോട് അവരെ ചൂഷണം ചെയ്യണം. ഈ ഉദ്ദേശത്തോടു കൂടി ഉണ്ടായിരുന്ന നമ്മുടെ ബ്രദറൊക്കെ എത്ര പേരെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കേട്ടിട്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. പക്ഷേ അതിനുള്ളിൽ നുഴഞ്ഞു കയറുന്ന അതിനെ ചീത്തയാക്കാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. പക്ഷേ നമ്മളിത് കെയർ ചെയ്തില്ല, ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷെ നമ്മുടെ പാസ്റ്റർ എപ്പോഴും എന്നോട് പറയും, സിസ്റ്റർ ആന്റി അങ്ങനെ ആകരുത്, ആന്റി ഇത് പറയണം, മെസ്സേജ് ഇടണം, ആന്റി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നാളെ ആന്റിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ലൊരു മെസ്സേജ് ഇട്ടു. കാരണം ഇത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്, ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കി. ഇത് മറ്റൊരു വഴിക്കായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ആരൊക്കെയോ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പറ്റിക്കപ്പെട്ടവരുടെയൊക്കെ പരിജ്ഞാനമില്ലാതെ ഞാൻ നശിച്ചു പോകുന്നു. നമുക്ക് ആർക്കും അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തു നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ട്. ആ പരിജ്ഞാനം ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു വന്നു. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കും ഓരോ കാര്യത്തിലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മൾ ഓരോരുത്തരും അതിന് ഒരിക്കലും ബിസിനസ് വൽക്കരിക്കരുത്, അതിലൊരിക്കലും മറ്റുദ്ദേശത്തോട് പോകരുത്. ഇന്ന് ഈ വചനം എനിക്ക് ദൈവം തന്നിട്ട് ഒരാഴ്ചയായി. ഞാൻ എന്നും എടുത്തിട്ട് അവിടെ ഇത് എനിക്ക് ദൈവം ഇടപെടുന്ന വാക്യത്തിന് എടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു അടയാളം എടുത്ത് വെച്ചിട്ട് അതും. പക്ഷെ പിറ്റേ ദിവസം മറക്കും. നമ്മൾ ഡെയിലി ഇങ്ങനെ പ്രേരണ മറയ്ക്കുമ്പോഴൊക്കെ എനിക്ക് ഈ വചനം വീണ്ടും വീണ്ടും കയറി വരും. അപ്പോഴൊക്കെ ഞാനത് മാറ്റി വെച്ച്. കാരണം ഇതിനെക്കുറിച്ച് എന്ത് പറയാനാ കർത്താവിന് ഞാൻ ചോദിച്ചു. കാരണം ഇത് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെയാണ്. അപ്പൊ ഇനി ഞാൻ എന്ത് പറയാനെന്ന് വിചാരിച്ചിട്ട് ഈ മാറ്റി വെക്കും. പക്ഷേ ഇന്നലെ
ആമേ ഹാലേലിയ. എനിക്കും ഞാൻ ഇത് ഉറപ്പിച്ച് കർത്താവ് ഒരാഴ്ചയായിട്ട് എനിക്ക് വചനം തരുന്നത് വെറുതെ അല്ലെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായതുകൊണ്ട് ഇന്നലെ ഞാൻ കർത്താവ് ഇന്ന് ഇത് തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഹാലേലിയ ഇന്നലെ രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് ചെറിയ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ട് ഹാലേലിയ ആമേ ഇന്ന് സംസാരിക്കും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഹാലേലിയ. ഇന്ന് നമ്മൾ കാണുന്ന എല്ലായിടത്തും ഇപ്പം നമ്മളെ പെന്തക്കോസ്ത് സഭ മാത്രം പറയണ്ട, മറ്റുള്ള സഭകളിലൊക്കെ ഹാലേലിയ കെട്ടുന്നവരെല്ലാം പുണ്യാളന്മാരൊക്കെ. ഒരാളും കൂടെ രൂപക്കൂട്ടി കയറി അത്രയും കൂടെ വരുമാനം കൂടി അല്ലേ? അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു കുരിശടിയെ സ്ഥാപിച്ച് അവിടെ കൊണ്ട് വെച്ചാൽ മതി, ബാക്കിയുള്ള പിന്നെ കിട്ടിക്കോളും. ഇങ്ങനെ ഹാലെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ഹാലെ ജനം ഹാലെ എവിടെയൊക്കെ അതുപോലെ നമ്മളിന്ന് കാണുന്ന ഹിന്ദുക്കളുടെ ആണെങ്കിൽ ഒക്കെ കാണും, ചെറിയൊരു വീട്ടിൽ തുടങ്ങിയ ഒരു സാധനമായിരിക്കും ഇന്നിപ്പം ആമേ ഹാലയിൽ അതിൻ്റെയൊക്കെ പൊങ്കാലയും മറ്റും മറിച്ചൊക്കെ റോഡിൽ കൂടെ ഒന്ന് മനുഷ്യർക്ക് വഴി കൂടെ ഒന്ന് റോഡിൽ കൂടെ ആ ഡിസ്ട്രിക്റ്റിൽ പോലെ ആൾക്കാർക്ക് പോകണ്ടാത്ത സ്ഥിതിയായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലായിടത്തും ഇതൊക്കെ വാണിജ്യവൽക്കരിച്ച് കച്ചവടവൽക്കരിച്ച് ജനം തള്ളിക്കയറിക്കൊള്ളുമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു സമൂഹത്തിന് മാത്രമല്ല, എല്ലാ സമൂഹത്തിലുള്ളവർക്കും ഹാലേലിയ, ജാതികൾക്കുള്ളവർക്കും എല്ലാവർക്കും അറിയാം. അതുപോലെ പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ സർവശക്തനായ ദൈവം ആമേ കല്ലിനെയും മണ്ണിനെയും ഭൂമ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരല്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഹാലെ നമ്മൾ നിൽക്കേണ്ടവരാണ്. ആ ന്യായാസനത്തിന് മുമ്പിൽ ഹാലെ ഒരു ദിവസം നിൽക്കും. ഹാലേലൂയ ആമേ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹാലേലൂയ ആമീൻ. തള്ളപ്പെട്ടവരായി ഹാലേലൂയ നശിക്കപ്പെട്ടവരായി പോകാൻ വേണ്ടിയിട്ടില്ല, നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിത്യജീവനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണമേ, അല്ല എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് നന്നായിട്ട് ജീവിക്കണമേ, ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കണമേ എന്നാകരുത്. ഹാലലിയ നിത്യജീവൻ ഹാല നമുക്ക് മരണത്തിന് അപ്പുറം ഒരു ജീവിതം ഉണ്ട്. ഹാലെ ആ ജീവിതത്തെ ഹാല കർത്താവിനോടുകൂടെ യുഗായങ്ങളായി വാഴുവാനുള്ള ഹാലലിയ ആ ആമേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വാക്തത്വം നമ്മൾ ഇല്ലാതാക്കി കളയരുത്. ഹാല ഇവിടെ അല്പം ഇച്ചിരി കഷ്ടത്തെ കൂടെ പോയാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഹാലയില് അവിടെ ഒരു നല്ല ഹാലെ കണ്ണുനീരില്ലാത്ത മുറവിളിയില്ലാത്ത സന്തോഷം മാത്രമുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.